In this video, I am going to discuss about nomenclature of broaching tool. See, this is the figure of a broaching tool. Different elements in a broaching tool. Last video, I have discussed about broaching operation and their applications, etc. So, broaching process always using a multi-point cutting tool that is known as broach tool. During broaching process, the broach tool that will be pulling or pushing by the broaching machine. So broaching tool ആണ് broaching process യൂസ് ചെയ്യുന്നത്. Broach tool എന്ന് പറയുന്നത് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. So this is the various elements in the broach tool. So we have coolant, neck, front pallet, shank length, roughing teeth, semi finishing teeth, finishing teeth. There are three type of teeth in a broach tool: roughing teeth, semi finishing teeth, and finishing teeth. Rear pallet and follower end. Then total length of the broach. Okay, so these are the various elements of a broach tool. So first one, pullant. See, pullant means ഈ ഒരു എൻഡിനെയാണ് pullant എന്ന് പറയുന്നത്. Pullant is used for connect broach to broaching machine through pulley head. അപ്പോൾ pullant യൂസ് ചെയ്യുന്നത് ബ്രോച്ചിനെ ബ്രോച്ചിങ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് pullant യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ pullant. സോ ഈ പുള്ളന്റ് വെച്ചിട്ടാണ് ബ്രോച്ചിന് എന്ത് ചെയ്യുക, ബ്രോച്ചിങ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുക. ബ്രോച്ചിങ് മെഷീനിൽ പുള്ളി ഹെഡ് ഉണ്ടാവും. ആ പുള്ളി ഹെഡിലേക്കാണ് പുള്ളന്റ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്രണ്ട് പാലറ്റ്. സോ ഈ ഒരു പോർഷനെയാണ് ഫ്രണ്ട് പാലറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനാണ് ഫ്രണ്ട് പാലറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട് പാലറ്റ് ലൊക്കേറ്റ് ദ ബ്രോച്ച് സെൻട്രലി വിത്ത് ദ ഹോൾ ടു ബി ബ്രോച്ച് ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രോസസ്. സോ ഫ്രണ്ട് പാലറ്റിൻ്റെ മെയിൻ റിക്വയർമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോച്ച് ടൂളിനെ വർക്ക് പീസിലെ ഹോളുമായിട്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യും ബിഫോർ സ്റ്റാർട്ടിംഗ് ബ്രോച്ചിങ് ഓപ്പറേഷൻ. സോ ഫ്രണ്ട് പാലറ്റ് ലൊക്കേറ്റ് ദ ബ്രോച്ച് സെൻട്രലി വിത്ത് ദ ഹോൾ ടു ബി ബ്രോച്ച്ഡ് ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രോസസ്. സോ ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട് പാലറ്റ്. അതായത് ഈ ബ്രോച്ചിനെ ബ്രോച്ച് ചെയ്യേണ്ട ഹോളിലേക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക എന്നതാണ് ഫ്രണ്ട് പാലറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റിയർ പാലറ്റ് ആൻഡ് ഫോളോ ഓവർ. സോ റിയർ പാലറ്റ് ആൻഡ് ഫോളോ ഓവർ മീൻസ് ഈ ഒരു പോർഷനെയാണ് റിയർ പാലറ്റ് ആൻഡ് ഫോളോ ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, സി റിയർ പാലറ്റ് വിച്ച് ഗിവ്സ് സൈസ് ഓഫ് ഫിനിഷ്ഡ് ഹോൾ. Rear pallet and follower support the broach after the last tooth leaving the workpiece. See, rear pallet ആണ് സൈസ് ഓഫ് ദി ഫിനിഷ്ഡ് ഹോൾ നമുക്ക് തരിക, റിയർ പാലറ്റ്. ആൻഡ് ഓൾസോ റിയർ പാലറ്റ് ആൻഡ് ഫോളോവർ ദാറ്റ് സപ്പോർട്ട് ദി ബ്രോച്ച് ആഫ്റ്റർ ദ ലാസ്റ്റ് ടൂത്ത് ലീവ് ദ വർക്ക് പീസ്. റിയർ പാലറ്റ് ആൻഡ് ഫോളോവർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റയർ ബ്രോച്ചിന് സപ്പോർട്ട് കൊടുക്കുന്നത് റിയർ പാലറ്റ് ആൻഡ് ഫോളോവർ ആണ്. ആൻഡ് റിയർ പാലറ്റ് that gives the final shape of the finished hole or broached hole. Okay, next one is shank length. So ഇതിനെയാണ് shank length എന്ന് പറയുന്നത്. You can see that this is the shank length. See, shank length, it is the portion of broach in front of teeth which is the pullant. ടീത്തിന് മുന്നിലുള്ള ബ്രോച്ച് ടൂളിൻ്റെ ലെങ്തിനെയാണ് ഷാങ്ക് ലെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് ടീത്ത് ഉള്ളത്. ഇതിന് മുന്നിലുള്ള ഈ പോർഷൻ്റെ ലെങ്തിനെയാണ് എന്ത് പറയുക, ഷാങ്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ലെങ്തിനെയാണ് ഷാങ്ക് ലെങ്ത് എന്ന് പറയുക. അതിലാണ് പുള്ളൻ്റ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റഫിംഗ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത്. 3 ടൈപ്പ് ടീത്താണ് ബ്രോച്ച് ടൂളിലുള്ളത്: റഫിംഗ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത്. So roughing teeth is broach teeth which remove most of the metal during broaching process. Rough teeth ആണ് most of the material remove ചെയ്യുക. So rough teeth have length will be greater when comparing to semi finishing and finishing teeth. അപ്പോൾ most of the material remove ചെയ്യുന്നത് roughing teeth ആണ്. Second one ആണ് semi finishing teeth. Semi finishing teeth is a broach teeth just ahead of finishing teeth which take semi finishing cut. ഫിനിഷിംഗ് ടീത്തിന് തൊട്ട് മുന്നിലായിട്ടുള്ള ടീത്താണ് സെമി ഫിനിഷിംഗ് ടീത്ത് എന്ന് പറയുന്നത്. സോ ഇതാണ് സെമി ഫിനിഷിംഗ് ടീത്ത്. ആൻഡ് വിച്ച് വിൽ റിമൂവ്
small amount of material compared to roughing teeth. Okay. The last one is finishing teeth. Finishing teeth also broach teeth for finishing the hole to their accurate size and shape. ഇപ്പോൾ ഫിനിഷിംഗ് ടീത്ത് എന്ന് പറയുന്നത് തേർഡ് ടീത്ത് ആണ് ഫിനിഷിംഗ് ടീത്ത് ദാറ്റ് വിൽ റിമൂവ് വെരി സ്മോൾ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ആൻഡ് അച്ചീവിങ് ആക്യുറേറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ഇപ്പോൾ ബ്രോച്ച് ടൂളിൽ 3 ടൈപ്പ് ടീത്താണ്: റഫിംഗ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാൻഡ് ആണ്. ലാൻഡ്. See, this is a land. When we are taking an individual teeth, this is a land portion. Land is the top portion of teeth, so it is the width of flank face of the brooch. ടീത്തിൻ്റെ ടോപ്പ് പോർഷനെയാണ് എന്ത് പറയുന്നത്? ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് ഡിനോട്ട് ചെയ്തത് വിഡ്ത്ത് ഓഫ് ദി ടീത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പിച്ച്. സി, ദിസ് ഈസ് ദ പിച്ച്. Pitch is the linear distance between the two corresponding points on two successive teeth of brooch and is more in roughing teeth and than finishing teeth. അത് ടീത്ത് എന്ന് പറയുന്നത് ഏറ്റവും അടുത്തുള്ള 2 ടീത്തിന് തമ്മിലുള്ള 2 പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. സക്സസീവ് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ പിച്ച് റഫിംഗ് ടീത്തിൽ കൂടുതലും ഫിനിഷിംഗ് ടീത്തിൽ കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ പിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ corresponding points on two successive teeth of a brooch, and this pitch is more in roughing teeth compared to finishing teeth. Okay, then last one, height of roughing teeth, semi finishing teeth and finishing teeth are gradually increasing, and this increment is known as cut per tooth. അപ്പോൾ കട്ട് പെർ ടൂത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രോച്ചിങ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ബ്രോച്ചിങ് ടൂളിൻ്റെ പുള്ളെറ്റിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സമയത്ത്, റിയർ പാലറ്റിലേക്ക് പോകുന്ന സമയത്ത് ടൂത്തിൻ്റെ ഹൈറ്റ് കൂടി വരും. യു ക്യാൻ സീ ദ ഹൈറ്റ് ഓഫ് ദ ടൂത്ത് വിൽ ബി ഇൻക്രീസിങ്. ദെൻ ദാറ്റ് ഈസ് നോൺ ആസ് കട്ട് പെർ ടൂത്ത്. ഹൈറ്റ് ഓഫ് റഫ് ടീത്ത്, സെമി ഫിനിഷിംഗ് ടീത്ത്, ഫിനിഷിംഗ് ടീത്ത് ഗ്രാജുവലി ഇൻക്രീസിങ് ആൻഡ് ദിസ് ഇൻക്രിമെന്റ് ഈസ് കോൾഡ് കട്ട് പെർ ടൂത്ത്. അപ്പോൾ ഇത്രയാണ് നോമൻക്ലേച്ചർ ഓഫ് ബ്രോച്ച് ടൂൾ എന്ന് പറയുന്നത്. സോ നോമൻക്ലേച്ചർ ഓഫ് ബ്രോച്ച് ടൂൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദിസ് ഫിഗർ ക്ലിയർലി and explain all the elements. Okay, thank you.